സഹ അധ്യാപികയ്ക്കൊപ്പമുള്ള ഒരു യാത്രക്കിടയിലാണ് ആദ്യമായി ദൈവത്തിൻ്റെ ചാരന്മാരെയും അതിൻ്റെ എഴുത്തുകാരൻ ജോസഫ് അന്നംകുട്ടി ജോസിനെയും പരിചയപ്പെടുന്നത്. ഈ പുസ്തകത്തെപ്പറ്റി ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ കേട്ടറിഞ്ഞപ്പോൾ മുതൽ ഇതൊന്ന് വായിച്ചേ തീരുമെന്ന് തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എത്ര മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും? അതിലെത്ര പേർ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും? ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, ചില മനുഷ്യരെ എന്തിനാണ് നമ്മൾ കണ്ടുമുട്ടിയതെന്ന്? നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങൾക്ക് സ്നേഹം നിഷേധിച്ചവർ, നിങ്ങളുടെ ബലഹീനതകളെ പരിഗണിച്ചവർ, അത് മുതലെടുത്തവർ, ഒരു വാക്കു ചോദിക്കും മുൻപേ നിങ്ങളെ സഹായിക്കാൻ കൈനീട്ടിയവർ, നിങ്ങളുടെ കരങ്ങളെ കണ്ടില്ലെന്ന മട്ടിൽ മുഖം തിരിച്ചു നടന്നവർ, നിങ്ങളെ നാണം കെടുത്തിയവർ, ലജ്ജിക്കാൻ അനുവദിക്കാതെ സ്വകാര്യമായി മാപ്പു നൽകിയവർ, അങ്ങനെ എത്രയെത്ര പേർ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇവരൊക്കെ കടന്നു വന്നത് എങ്ങനെയായിരിക്കും? ആരാണ് അവരെയൊക്കെ ഒരു നിയോഗം പോലെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു വന്ന് തൻ്റെ ജീവിതത്തെ തൊട്ടു കടന്നു പോയവരെയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് വിളിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ ഉറപ്പായും ചില മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇല്ലെങ്കിൽ എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ഒരു ബൈനോക്കുലറുമായി നിങ്ങൾ സ്വന്തം ജീവിതത്തിലെ ദൈവത്തിൻ്റെ ചാരന്മാരെ തേടിയിറങ്ങുമെന്ന് ഉറപ്പാണ്. വായനയിൽ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണിത്.